എന്നെപ്പോലുള്ള എൻ്റെ മക്കളെപ്പോലുള്ള ഒരുപാട് കുട്ടികളുണ്ട് അവിടെ. അവരൊക്കെ മനസ്സിലാക്കി എടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തലമുറയെയും നമ്മൾ അത്തരം ഒരു മാർഗത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കണം. ഇന്ന് നമ്മളെല്ലാവരും അണുകുടുംബത്തിലേക്ക് പോവുകയാണ്. എനിക്ക് ഒരു ഭാര്യ, 2 മക്കൾ, അത് മതി എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എല്ലാവരും ചുരുങ്ങി പോവാണ്. എന്നാൽ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ ആലോചിച്ചു പോവാണ്, എനിക്കൊരു 10 മക്കളുണ്ടായിരുന്നെങ്കിൽ അത്രയും രസകരമായ എൻ്റെ ഒരു ചിന്താഗതിയായിരിക്കാം. എല്ലാ ആണുങ്ങൾക്കും അങ്ങനെ ആയിക്കോളുന്നില്ല. പക്ഷേ അത് അവരെ വളർത്തിയെടുക്കാനും കൂടി കഴിയണം. നമുക്കൊരു 10 മക്കളുണ്ടായിട്ട് 10 മക്കളും ഗുരുത്തം കെട്ട മക്കളാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. 10 മക്കളുണ്ടെങ്കിൽ ആ മക്കളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അൽഹംദുലില്ലാഹ്, അള്ളാഹു അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ. ഇനിയും അവരുടെ കുടുംബത്തിൽ നിന്ന് നല്ല നല്ല കുടുംബങ്ങൾ ഉണ്ടായിത്തീരട്ടെ എന്ന് പറയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച നമ്മളുടെ വലിയുപ്പ, ഇവിടുത്തെ വലിയുമ്മ, ഈ തറവാട്ടിലുള്ള അവരുടെ ഫോട്ടോ ബാക്കിൽ ഇങ്ങനെ വേണ്ടിയിരുന്നു. ആ വലിയുമ്മക്ക് ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചതുകൊണ്ടും അവർ ചെയ്ത സേവനത്തിന്റെ പുണ്യം കൊണ്ടുമായിരിക്കും അവരുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിച്ചത്. വീട്ടിൽ ദുആ ചെയ്യുന്ന ഒരു ഉമ്മ ഉണ്ടാവുക എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ഒരു വലിയുപ്പ ഉണ്ടാവുക എന്ന് പറയുമ്പം, ഉസ്താദ്മാരിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു ഉമ്മയായിരിക്കും നമ്മുടെയൊക്കെ ഉയർച്ചയുടെ പടവുകൾ കയറിയതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് നമ്മൾ ആരും അറിയാതെ പോകരുത്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പഴയ കാലത്ത് പല പുണ്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഇവിടുത്തെ ഉമ്മച്ചി, നമ്മുടെ വലിയ ഉമ്മച്ചി, എൻ്റെ ഭാര്യ, ഞാനിവിടുത്തെ വലിയുമ്മയെ കണ്ടപ്പോൾ, കല്യാണം കഴിച്ച് ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വന്ന് കാണാൻ വലിയുമ്മയും വലിയപ്പയും കാണാൻ വേണ്ടി വന്നപ്പോൾ വലിയുമ്മയെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. വലിയുമ്മയെ കണ്ടപ്പോൾ ഞാൻ വിളിച്ചു, എൻ്റെ ഭാര്യ വിളിച്ചു, ഒന്ന് നോക്കി, ഭാര്യയുടെ മുഖത്ത് നോക്കി, അവളുടെ മുഖത്ത് നോക്കി. അപ്പൊ എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, നീ വയസ്സായി കഴിഞ്ഞാൽ ശരിക്കും ഈ ഉമ്മയുടെ പോലെ തന്നെ ഇരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവളെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും വലിയമ്മയുടെ പോലെ തന്നെയാണ് കണ്ടത്. അപ്പോൾ ഏതായാലും ഞാനിവിടുത്തെ ഒരു വലിയമ്മയും കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ഏതായാലും അൽഹംദുലില്ലാഹ്, ഇത്രയൊക്കെ പറയാൻ കഴിഞ്ഞൊരു സന്തോഷം. ഈ കുടുംബത്തിലാണല്ലോ എങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ. ഏതായാലും അൽഹംദുലില്ലാഹ്, ഞാനിനി ആ വലിയമ്മമാർക്കും അതുപോലെ ഇത്തരം ഒരുപാട് നല്ല കുടുംബത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഉമ്മമാർക്കും അവരുടെയൊക്കെ ഫലം കൊണ്ടാണ് ഈ വലിയൊരു ഫാമിലി ഉണ്ടാവുന്നത്. എവിടെയും നല്ലൊരു ഭർത്താവിന്റെ പിന്നിൽ നല്ലൊരു സ്ത്രീ ഉണ്ടാവും. അവരുടെ ഉപദേശങ്ങൾ ഉണ്ടാവും, നിർദ്ദേശങ്ങൾ ഉണ്ടാവും. അപ്പോൾ സ്ത്രീകൾ ഒരിക്കലും പിന്നിലല്ല. അവർ രംഗത്തേക്ക് വരുന്നില്ലെങ്കിലും ഒരിക്കലും പിന്നിലല്ല. വലിയൊരു കുടുംബത്തിന്റെ പിന്നിൽ നല്ല സ്ത്രീകളുണ്ട്. അവരുടെ മക്കളെ നയിക്കാനും അവരുടെ ഭർത്താവിനെ നയിക്കാനും അവരുടെ ബിസിനസ്സിനെ നയിക്കാനും ഒക്കെ അവരുടെ പിന്നിലൊക്കെ നല്ലൊരു സ്ത്രീ ഉണ്ടായിട്ടാണ് നല്ലൊരു പുരുഷനുണ്ടാവുന്നത്. ഏതായാലും ആ സ്ത്രീകൾക്കൊക്കെ വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടി കഷ്ടപ്പാട് അനുഭവിച്ച ഉമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഒരു പാട്ടിന് ഒരു ചേഞ്ച് നടത്തിയതാണ്. ഏതായാലും ആ പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. താരാട്ടി പാട്ടോളം മധുരമുള്ളൊരു ശീലും ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല. താരാട്ടി പാട്ടോളം മധുരമുള്ളൊരു ശീലും ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല. ഉമ്മ ഇല്ലാതിനോളം ഉലകിൽ ഒരു നന്മ, കനിവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുവർഗമാണെൻ്റെ പൊന്നുമ്മ. ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. പാതിരാവിലുറങ്ങാതെ എനിക്കായി കൂട്ടിരുന്ന ആ ഹൃദയം ഇന്ന് ആറടി മണ്ണിലാണല്ല. ആ പൂമുഖം മനസ്സിൽ തെളിയുമ്പോൾ നോവുന്നല്ല. കനിവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുവർഗമാണെൻ്റെ പൊന്നുമ്മ. ഏറെ പറഞ്ഞാലും തീരില്ല
തീരില്ല ആ പൂമഹിമ. കാൽപാദം സുവർഗമി നബിയോരും മരുളിയ പരിശുദ്ധ ജന്മമാണി നിന്റെ പൊന്നുമ്മ. രാപ്പകലിനിക്കായി കൂട്ടിരുന്ന സഹന കടലാ കനിവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുവർഗമാണെന്റെ പൊന്നുമ്മ. ഏറി പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. താരാട്ടി പാട്ടോളം മധുരമുള്ളൊരു ശീലും ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല. ഉമ്മ ഇല്ലാതിനോളം ഉലകിൽ ഒരു നന്മ.